ഇന്നലെ രാവിലെ തൊപ്പിയെയും MRC ഗ്യാങ്ങിനെയും ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ ചില സൈബർ ബുള്ളിങ്ങും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വരുന്ന ചില കമന്റ്സിനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ പറയുന്ന പോലെ തൊപ്പിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ കുറച്ച് വീഡിയോസ്, അതായത് ഈ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ തൊപ്പിക്കെതിരെ ഇപ്പോൾ ഒരു പോലീസ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ഈ പറയുന്ന പോക്സോ കേസ് അന്വേഷിക്കുന്നുണ്ട് തൊപ്പിക്കെതിരായിട്ട്. അതുപോലെ ഈ പറയുന്ന ശാരീരികമായിട്ടും മാനസികമായിട്ടും വരുന്ന പീഡനങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടും ഈ പറയുന്ന നമ്മുടെ ഓൺലൈൻ മീഡിയാസ് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നതിനെ ബന്ധപ്പെട്ടുകൊണ്ടും MDMA ഉപയോഗത്തെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസ് അന്വേഷിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ഈ ഒരു കേസ് അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അധികം കിടന്ന് ചെകയേണ്ടി വരില്ല. കാരണം ഈ പറയുന്ന പോലെ ഇവര് ഈ പറയുന്ന MRC ഗ്യാങ് അടിച്ചു പിരിഞ്ഞതിന് ശേഷം തൊപ്പി ആയാലും ഈ പറയുന്ന മമ്മു ഷമീർ, ഈ ഒരു ഗ്യാങ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കെതിരെയുള്ള എവിഡൻസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി തന്നെ ഈ പറയുന്ന റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്കെതിരെയുള്ള എവിഡൻസ് തപ്പിക്കൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അധികം കിടന്ന് ഓടേണ്ടി വരില്ല. നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിയന്ത്രണത്തിൽ വരുന്ന ഈ പറയുന്ന ആന്റി ഡ്രഗ്സ് സ്ക്വാഡായിട്ടുള്ള തൂഫാൻ, ഈ ഒരു സ്ക്വാഡിന്റെ നിയന്ത്രണത്തിലായിരിക്കും അന്വേഷണവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്തൊക്കെ കമന്റ്സ് ആണ് വരുന്നത്. ഈ പറയുന്ന പോലെ ഇതൊന്നും ഈ പറയുന്ന എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം, ഈ ഇത്തരത്തിലുള്ള കമന്റ്സ് ഇടുന്ന ആളുകൾ പറയുന്ന ഒരേ ഒരു കാര്യം, ഇങ്ങനെ ഒരു കേസൊന്നും അന്വേഷിക്കുന്നില്ല, തൊപ്പിക്കെതിരായിട്ട് അന്വേഷണമൊന്നും എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പോക്സോ കേസില്ല, MDMA യൂസേജ് കേസില്ല, ഇതൊക്കെ വെറുതെ ഞാനിങ്ങനെ വന്നിരുന്ന് പറയുന്നതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ തൊപ്പി ഫാൻസ്, അതായത് തൊപ്പിയെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഇവരൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് യൂസ് ചെയ്യുന്നത് തൊപ്പിയുടെ ലൈവ് കാണാൻ വേണ്ടി മാത്രമാണ്. ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളോ വാർത്താ ചാനലോ ഒന്നും കാണാത്ത വെറും ഈ പറയുന്ന എന്താ പറയുക, ഇവരെയൊക്കെ ഒരു ബുദ്ധിയില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കേസുകളൊന്നും തൊപ്പിക്കെതിരായിട്ട് എടുത്തിട്ടില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തൊപ്പിക്കെതിരായിട്ട് യാതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഞാൻ കള്ളം പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി കമന്റ്സ്. എന്താ പറയാ, ഈ പറയുന്ന പോലെ ഇന്നലെ മുതൽ ഈ പറയുന്ന മെയിൻ സ്ട്രീം വാർത്താ ചാനലുകളും സമൂഹ മാധ്യമങ്ങളൊക്കെ കൃത്യമായിട്ട് കാണുന്നവരും കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ഈ സൈഡിൽ കാണിക്കാം. നമ്മുടെ മെയിൻ സ്ട്രീം വാർത്താ ചാനലുകളെല്ലാം മീഡിയ വൺ, റിപ്പോർട്ടർ TV, മനോരമ, ഏഷ്യാനെറ്റ്, ഈ പറയുന്ന എല്ലാ വാർത്താ ചാനലും ഇന്നലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസാണ്. തൊപ്പിക്കെതിരായിട്ട് DGP കേസ് അന്വേഷണത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. തൊപ്പിക്കെതിരായിട്ട് പോക്സോ കേസ്, MDMA യൂസേജ്, മറ്റേ ശാരീരിക പീഡനം, അത്തരത്തിൽ ഈ പറയുന്ന ഓൺലൈൻ മീഡിയകൾ അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് ഇപ്പൊ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കമന്റ്സ് ആണ് വരുന്നത്. സൈബർ ബുള്ളിംഗ് ആണ്, എന്തൊക്കെ ചീത്തയൊക്കെ പറയുന്നത്. ഈ പറയുന്ന പോലെ തൊപ്പിയുടെ വീഡിയോസും സ്ട്രീമിങ്ങും കാണാൻ വേണ്ടി മാത്രം ഫോൺ എടുക്കുന്ന ചില പൊട്ടന്മാരാണ് ഈ പറയുന്ന കമന്റ്സ് ഒക്കെ ഇടുന്നവർ. ഈ പറയുന്ന പോലെ പണിയെടുത്തുണ്ടാക്കുന്ന പൈസ സ്വന്തം കാര്യം നോക്കാണ്ടും വീട്ടുകാരുടെ കാര്യം നോക്കാണ്ടും തൊപ്പിയുടെ സ്ട്രീമിങ്ങിൽ 500, 1000, 2000, 10,000 ഒക്കെ വെച്ച് ഓരോ കോമാളിത്തരം കാണിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്ന ഈ സൂപ്പർ ചാറ്റ് ചെയ്തു കൊടുക്കുന്ന പൊട്ടന്മാരാണ് ഇത്തരത്തിലുള്ള കമന്റ്സ് ഒക്കെ ഇടുന്നത്. ഇടയ്ക്കെങ്കിലും ഈ പറയുന്ന വാർത്താ ചാനലുകളും ഈ പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസോ മനോരമ ന്യൂസോ റിപ്പോർട്ടർ TVയോ അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയ വണ്ണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് നോക്കി ഈ ഒരു വാർത്ത കാണാമായിരുന്നു. അവരൊക്കെ ഇട്ടിരിക്കുന്ന പോസ്റ്ററുകളാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും DGPയുടെ നിയന്ത്രണത്തിൽ ഈ പറയുന്ന തൊപ്പിക്കെതിരായിട്ടുള്ള കേസും കാര്യങ്ങളും ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട്. അന്വേഷണമുണ്ട്. ഈ ഒരു അന്വേഷണത്തിന് ശേഷം കൃത്യമായിട്ടുള്ള ലീഗൽ കാര്യങ്ങൾ, തൊപ്പിക്കെതിരായിട്ട് അറസ്റ്റെങ്കിൽ അറസ്റ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങുന്നതായിരിക്കും. ഈ പറയുന്ന ഡ്രഗ്സ് ബന്ധപ്പെട്ടും തൊപ്പിയും ഈ പറയുന്ന MRC ഗ്യാങ്ങും, ഇപ്പം മമ്മു ആയാലും ഷമീർ ആയാലും ഇവരെല്ലാവരും ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ടെന്നും ഇത്തരത്തിൽ പോക്സോ കേസിന്റെ ഭാഗമായിട്ട് ഇവരുടെ പേരുകൾ വന്നിട്ടുണ്ടെന്നും ഒക്കെയുള്ള കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇവരുടെ പക്കലിൽ തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ അതിനു വേണ്ടി കുറച്ച് ഓടേണ്ട ആവശ്യമൊന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വരില്ല. അപ്പൊ അധികം വൈകാതെ തന്നെ ഈ ഒരു കേസൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് അവസാനിപ്പിച്ചിട്ട് തൊപ്പിയുടെയും ഈ ഒരു MRC ഗ്യാങ്ങിന്റെ അറസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഇപ്പോഴും പറയാണ്, കാരണം ഈ പറയുന്ന പോലെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് സൂപ്പർ ചാറ്റ് ഇട്ട് മറ്റേ ഗൂഗിൾ പേയുടെ QR കോഡും സൈഡിൽ വെച്ച് വീഡിയോസ് ഇട്ട് അതിലൂടെ പൈസ മേടിക്കുന്നവര് ഈ സൊസൈറ്റിക്ക് എന്താണ് ഒരു പോസിറ്റിവിറ്റി ആയിട്ട് കൊടുക്കുന്നത്? ഈ സൊസൈറ്റിക്ക് എന്ത് മെസ്സേജാണ് ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്? ഫുള്ള് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതോ? ഈ പറയുന്ന പോക്സോ കേസിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതോ? അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നതോ? ഇതൊക്കെയാണോ തൊപ്പിക്ക് നിങ്ങൾ കണ്ട ഭയങ്കര ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്?
ഇതിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു പോലീസ് അന്വേഷണം വരുന്നുണ്ട്. സൈബർ കുറ്റം ഉൾപ്പെടെയുള്ള 5 കേസുകളാണ് തൊപ്പിക്കെതിരായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. പോക്സോ കേസ്, ഓൺലൈൻ മീഡിയാസ് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നത്, ഈ പറയുന്നത് പോലെ MDMA യൂസേജ്, മാനസിക ശാരീരിക പീഡനങ്ങൾ, ഇത്തരത്തിലുള്ള ഏകദേശം 5ലധികം അലിഗേഷൻസ് ആണ് തൊപ്പിക്കെതിരായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കേസ് അന്വേഷിക്കാനായിട്ട് പോകുന്നത്. അധികം വൈകാതെ തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നിപ്പോൾ ഒട്ടും വയ്യാതെയാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നലെ മുതൽ റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. 1-2 മെസ്സേജുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഈ മെസ്സേജിൻ്റെ എണ്ണം കൂടി എന്നൊക്കെ അത്തരത്തിൽ ഇങ്ങനെ കുറേ പൊട്ടത്തരം, അല്ലെങ്കിൽ ഈ പറയുന്ന തൊപ്പി അന്തം ഫാൻസ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന കാണുമ്പോൾ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണ്ടേ. ഇനിയിപ്പോൾ നിങ്ങൾ തൊപ്പിയുടെ സ്ട്രീമിങ് മാത്രം കണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് വരുന്നത്, വാർത്താ ചാനലിൽ എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, സമൂഹ മാധ്യമങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നൊക്കെ ഉള്ള ഒരു ബോധം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ ചെയ്തത്. ഈ പറയുന്നത് പോലെ DGPയുടെ നിയന്ത്രണത്തിൽ ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഈ ഒരു കേസ് അന്വേഷണത്തിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇന്ന് രാവിലെയും കൂടി പല വാർത്താ ചാനലുകളിലും കാണിച്ചിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു തൊപ്പിയെ ബന്ധപ്പെട്ടുകൊണ്ട്. ഇന്നലെ രാവിലെ മുതലാണ് തൊപ്പിക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ കാണാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അധികം എന്നെനിക്ക് പറയാനുള്ളത്. കാരണം പുറത്ത് നിൽക്കാനായിട്ട് അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ പൈസ, ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവരെങ്ങനെയെങ്കിലൊക്കെ ഈ പറയുന്ന എവിഡൻസും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കും. അപ്പോൾ അതിനുള്ളൊരു അവസരം കൊടുക്കാതെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ പറയുന്ന പോലെ തൊപ്പിയെ ബന്ധപ്പെട്ടുള്ള ഷമീറും മമ്മുവും ഇട്ട വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും തൊപ്പി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന്. അതുപോലെ തൊപ്പിയുടെ പല വീഡിയോസും ലീക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊപ്പിയിട്ട വീഡിയോസിൽ ഈ പറയുന്ന ഷമീർ ആയാലും മമ്മു ആയാലും ഏതൊക്കെ പൊട്ടന്മാർ ഈ ഒരു ഗ്യാങ്ങിലുണ്ടെങ്കിലും ഈ ഒരു MRC എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീടും വെച്ച് ഫുള്ള് കഞ്ചാവ് അടിച്ച് MDMA കയറ്റി ഇവന്മാരൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവന്മാരുടെ വീഡിയോ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൂഫാൻ സ്ക്വാഡ് ഏറ്റവും അടിപൊളിയായിട്ട് ഇപ്പോൾ ഈ ഒരു ഡ്രഗ്സിനെതിരെ ഒരു ആൻറ്റി ഡ്രഗ്സ് സ്ക്വാഡായിട്ട് ഏറ്റവും മനോഹരമായിട്ട് കേരളത്തിൽ സ്പ്രെഡ് ചെയ്ത് പല വ്യക്തികളെയും ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ ബന്ധപ്പെട്ടും കൃത്യമായിട്ടൊരു അന്വേഷണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ പറയുന്ന പോലെ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. കാരണം ഇത്രയും കമൻസും ഇത്രയും മെസ്സേജസും വരുന്ന കണ്ടപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒട്ടും നീയും ജലദോഷമൊക്കെ ആയിട്ട് ആകെ മൊത്തം ഇതായിട്ടിരിക്കുന്നത് ചേട്ടാ. ഇപ്പോൾ OP ടിക്കറ്റ് എടുത്തത് കിട്ടിയിരിക്കുന്ന ടാബ്ലറ്റ് എല്ലാം ഉണ്ട്. പനി, ചുമ, കഫക്കെട്ട്, ജലദോഷം എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വീഡിയോ ചെയ്തതിൽ ഈ പറയുന്ന പോലെ ഇത്രയും മെസ്സേജസ് കണ്ടു. ഇതൊന്നും അറിയാതെ കുറേ പേര് കുറേ കമൻസ് ഇടുന്നുണ്ട്. അതുപോലെ ഇവരൊക്കെ ഈ പറയുന്ന പോലെ ഇത്രയും സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയും മോശമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തികളെ സപ്പോർട്ട് ചെയ്യാനായിട്ടും അവർക്ക് സൂപ്പർ ചാറ്റിലൂടെ പണം കൊടുക്കാനായിട്ടും ഇപ്പോഴും കുറേ പേരുണ്ടെന്ന് അറിയുമ്പോഴാണ് ഒരുപാട് സങ്കടം തോന്നുന്നത്. ഈ പറയുന്ന പോലെ ഇവരൊക്കെ സൊസൈറ്റിക്ക് വളരെ റോങ് ആയിട്ട് പല മെസ്സേജസും കൊടുക്കുന്നവരാണ്. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് അനാവശ്യമായിട്ട് നിങ്ങളങ്ങനെ ചെയ്യരുത്, അത്രേ പറയാനുള്ളൂ. ഒരു കാര്യവും ഈ പറയുന്ന പോലെ നമ്മുടെ ഈ സൊസൈറ്റിക്കെതിരായിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കെതിരായിട്ട് വരുന്ന ഈ പറയുന്ന സ്റ്റുഡൻസിനെതിരായിട്ട് വരുന്ന ഡ്രഗ്സ്, അത്തരത്തിൽ MDMA യൂസേജ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്ത് അവർക്ക് സാമ്പത്തികമായിട്ട് സഹായം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ കേരളം തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ തൂഫാൻ സ്ക്വാഡ് എത്രയും പെട്ടെന്ന് ഇവരെ മാത്രമല്ല ഇതുപോലെ ചെയ്യുന്ന എല്ലാവരെയും എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് ഏറ്റവും നല്ലൊരു ശിക്ഷ തന്നെ എല്ലാവർക്കും കൊടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പറയാണ്. അധികം സംസാരിക്കാൻ വയ്യ, ശ്വാസം വിട്ടുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്